അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ലോകം വലിയ ആശങ്കയിലാണ്. അവസാനമായി റിപ്പോർട്ട് ചെയ്ത കണക്ക് പ്രകാരം 35ഓളം ആളുകളെയാണ് തൊട്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ വിശന്നൊട്ടിയ വയറുമായി കാത്തിരുന്ന് ഭക്ഷണം ലഭിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവരുടെ ഇടയിലേക്ക് ബോംബ് വർഷിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത്. അത് കേവലം 35 എന്നുള്ളതൊരു നമ്പറല്ല. ഇക്കഴിഞ്ഞ 1-2 വർഷക്കാലത്തിനുള്ളിൽ കൊല്ലപ്പെട്ട 10,000-കണക്കിന് പാവപ്പെട്ട നിരാലംബരായ ഫലസ്തീനികളുടെ ചോര. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും ക്രൂരമായ ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു ഭീകരവാദി കടന്നുപോയിട്ടില്ല, ഇതുപോലെ ഒരു തീവ്രവാദി കടന്നുപോയിട്ടില്ല. പലപ്പോഴും ആഗോള മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ട് മുസ്ലിം തീവ്രവാദികളെ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ ചാപ്പ കുത്തി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ലേബലിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളെ തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കുന്ന ആഗോള മാധ്യമങ്ങൾ. അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലൊരു ജനോസൈഡ്, ഇതുപോലെ ഒരു വംശഹത്യ ലോക ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. 75,000-ഓളം മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ട് ഈ ലോകത്ത്, അത് 2024-25 വർഷത്തിനിടയിൽ ഈ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് 3,00,000-ഓളം മനുഷ്യരെ അപ്രത്യക്ഷമാക്കിയിരിക്കുകയാണ്. എന്നിട്ടും തീരാത്ത ദാഹത്തോടുകൂടെ ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തെ കടന്നാക്രമിക്കുകയാണ്. അയത്തുല്ലാ ഖുമൈനി എന്ന് പറയുന്ന സുപ്രീം ലീഡർ, അദ്ദേഹത്തെ വധിക്കാതെ, ഇറാനിൻ്റെ സുപ്രീം ലീഡറെ തീർക്കാതെ, ഇല്ലാതാക്കാതെ ഈ യുദ്ധം തീർക്കില്ല എന്ന് നെതന്യാഹു പറയുകയാണ്. നെതന്യാഹുവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തൻ്റെ അധികാരം മരക്കിട്ടുറപ്പിക്കുക, തൻ്റെ അധികാരത്തിൻ്റെ ഗർവിൽ ജീവിക്കുക, കൊല്ലാൻ സാധിക്കുന്നത്രയും കൊന്നു തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ കാലത്ത് പല ആളുകളും മനുഷ്യത്വത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്, സാംസ്കാരികതയെപ്പറ്റി സംസാരിക്കാറുണ്ട്, സമാധാനത്തിൻ്റെ നല്ല പഞ്ചാര വർത്തമാനങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ മനുഷ്യരുടെ നിരാലംബരായ ഒരുപാട് ജനങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത നെതന്യാഹുവിനെതിരെ വിരലുയർത്താൻ വളരെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് കടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള പുതിയ ഗവൺമെൻറ് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരു കാര്യം നടന്നു. ഫലസ്തീൻ ആക്രമിച്ചതുപോലെ ആയിരുന്നില്ല ഇറാനിനോടുള്ള ഏറ്റുമുട്ടൽ. ഏറ്റവും അവസാനമായി പറയുന്നത് തെല്ലവീവിലുള്ള പല ഹോസ്പിറ്റലുകളിലേക്കും തെല്ലവീവിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. ഇറാൻ ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇറാനിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ടെഹ്റാനിൽ നിന്ന് പ്രതികരണം വന്നു. ആണൊരാൾ പ്രതികരിച്ചു, ആയത്തുല്ലാ ഖുമൈനി. മസൂദ് പെസഷ്കിയാൻ, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ആയത്തുല്ലാ ഖുമൈനിയും പ്രതികരിച്ചു. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടായിട്ട് ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയാത്തിടത്ത് ഒരാൾ പ്രതികരിച്ചു. അതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. നമ്മൾക്ക് അവരെ വലിയ വീരേതിഹാസത്തിൻ്റെ പ്രതീകങ്ങളായി പുതിയ കാലത്ത് കണക്കാക്കാം.